സ്വന്തം അമ്മ ആരും കണ്ടുണ്ടായത്, സുധീരൻ്റെ അമ്മ കണ്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ വീട്ടുകാർ ആരും കാണുന്നില്ല. അമ്മ അവരിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന പോലെ അറിയത്തില്ല. രേണുവിൻ്റെ പുറകെ കുറേ ക്യാമറ തൂക്കി നടക്കും എല്ലാവരും. പിന്നെ രേണുവിൻ്റെ വീട്ടിൽ അച്ഛനെ ബഹുമാനിക്കുന്ന ആളല്ല രേണു. അച്ഛനും അമ്മയെ ബഹുമാനിക്കില്ല. അച്ഛനെ അവിടെ ഇരിക്കാൻ അച്ഛൻ അവിടെ ഇരിക്കും. അച്ഛൻ പിന്നെ വേറെ പോയില്ല. ചേച്ചി അങ്ങനെ ചേച്ചിയോട് പറഞ്ഞാൽ ഇവർക്കൊരു തൻ്റെ ഇടം പിടിച്ചൊരു അഹങ്കാരം പിടിച്ചൊരു വർത്തമാനവും, ഞാൻ ചെയ്യും അത് കറക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു വർത്തമാനം നിങ്ങൾ കാണത്തില്ലേ. ഇപ്പോൾ രേണു സുധീർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കത്തില്ലേ, മീഡിയ നോക്കത്തില്ലേ? ബിഗ് ബോസ് കാണാത്തവർ എടുത്ത് നോക്കും. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അല്ലാതെ രേണു സുധീർ ഇഷ്ടം കൊണ്ട് അവരെ വിളിച്ചതല്ല, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബിഗ് ബോസിൽ രേണുവിനെ വിളിച്ചത് ഒരു ബന്ധമില്ലാത്ത ഒരാളെ ബിഗ് ബോസ് എങ്ങനെ കൊണ്ടുവരുന്നത്? ഈ ഒരു ജോയിപ്പ് വേണ്ട ഒരു കാര്യം പറയുമ്പോഴേ, ഒരു ബന്ധവുമില്ലാതെ സുധീരൻ്റെ വൈഫായിട്ട് കഴിഞ്ഞു പറയുന്നു. ആ പുള്ളിക്കാരെ എങ്ങനെ ബിഗ് ബോസിൽ വരുന്നത്? സുധീരൻ മറിഞ്ഞിട്ട് ചെയ്യുന്നത്, സുധീരൻ മരിച്ചിട്ട് വന്ന് രണ്ടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ബിഗ് ബോസ് പോകുന്നു. അപ്പോൾ ഇപ്പം ആ പുള്ളിക്കാരെ കുറച്ച് എളുപ്പമായി. ഇപ്പം കുറച്ച് വസ്തുവായിട്ട് വയറും കാണിച്ചെന്നാ പറയാം, സുധീരൻ്റെ വേണ്ടി എന്ന് പറയും. എന്ത് സുധീരൻ്റെ വേണ്ടി ചെയ്യുന്നു പറയും. ഞാൻ ഒരു കുഞ്ഞിനെ എന്താ സുധീരനെ വിളിക്കാറ് രാത്രി വിളിക്കണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടി. കുഞ്ഞിനെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ വിഷയം ചെയ്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം ഇതിലാകുന്ന പറഞ്ഞ് എനിക്ക് സത്യമൊന്നുമില്ലെന്ന് അറിയത്തില്ല. കാരണം പൈസ ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു. താങ്കൾ അവിടെയുള്ള താങ്കളുടെ സുഹൃത്തിന് വഴി സഹായം ചെയ്തു കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേണുസുധിക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. രേണുസുധി ടിക്ടോക്ക് വഴിയുള്ള ഇതായിരുന്നു. ടിക്ടോക്ക് വഴി താങ്കൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. പുള്ളിക്കറി മെസ്സേജ് രാത്രി വരുന്നത്, രാത്രികളാണ് മെസ്സേജ് വരുന്നത്. 2 മണി ഉറക്കം വരുന്നില്ല. 2 മണിക്കും 1 മണിക്കും മെസ്സേജ് ഇടുന്നതും വിളിക്കുന്നു, പൈസക്ക് വിളിക്കുന്നതും. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഈ പൈസക്ക് എന്തിനാണ് വിളിക്കുന്നത്? അപ്പം ഞാൻ എങ്ങനെ കൊടുക്കുന്ന സുധീർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ഏകദേശം എത്ര രൂപയോളം കൊടുത്തിട്ടുണ്ടാവും? പിന്നെ പൈസക്ക് അടുത്ത പൈസക്ക് പിന്നെ പുള്ളിക്കാരി എടുത്തുള്ളൂ. അതായത് ഒരു പൈസ കിട്ടിയ പൈസ കിട്ടുന്ന സമയത്ത് ഒരു സൗഹൃദം ഉണ്ടാവും. അതിന് ശേഷം നിങ്ങളായിട്ടൊരു പരിചയം കാണിക്കില്ല. പിന്നെ അടുത്തോളം പൈസ ആവശ്യമുള്ളപ്പോൾ മാത്രം സൗഹൃദമായിട്ട്. അപ്പം നമുക്ക് ഇത് മനസ്സ് വെച്ചിട്ട് നമ്മളത് കൊടുക്കും. കാര്യം നമുക്ക് ഈ കൊച്ചിൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോഴേ, ഈ കുട്ടിയുടെ ആവശ്യം പറഞ്ഞാൽ എപ്പോഴും പൈസ മേടിക്കുന്നത്. കൊച്ചിൻ്റെ ആവശ്യം പറഞ്ഞ് മേടിക്കുമ്പോൾ നമുക്ക് കൊടുത്തു. നമുക്ക് കുഞ്ഞുങ്ങൾ എനിക്ക് ഇതിൻ്റെ പേര് ഇനി വീണ്ടും കേസ് കൊടുക്കും. അവിടുത്തെ SI CA പറയുന്നത് ഈ റേനെ കൊണ്ട് അവിടെ ഇരിക്കപ്പെടുന്നില്ലെന്ന്. സുധിച്ചേട്ടൻ്റെ പുരസ്കാരങ്ങൾ കട്ടിലടിയിലാക്കി അങ്ങനെയുള്ള വിവാദങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് ശരിക്കും തോന്നി? അല്ല, പുള്ളിക്കാരിക്ക് നോക്കാതെ ഇനി രേണു സുധീരനെ ഇനി കണ്ണടി ഇരുന്നാൽ മതി, ഇനി ഞാൻ നിൽക്കാന്നുള്ള ഇതായിരിക്കും. സുധീരനെ ഡെയിലി ഇട്ട് ശല്യം ചെയ്യിക്കണം ജോലി. ഇവർക്ക് പറയണത് അപ്പോഴേ പോകണം. പിന്നെ സുധീരൻ്റെ ആദ്യത്തെ മോൻ്റെ ഒരു ഇത് കൊണ്ടാണ് ചേട്ടാ പിടിച്ചു നിന്നത് 3 വർഷം നിന്നത്. അച്ഛനൊക്കെ ശരിക്കും അല്ലെങ്കിൽ അമ്മയൊക്കെ അല്ലെങ്കിൽ ചേച്ചിയൊക്കെ എന്തിനായിരുന്നു താങ്കളെ വിളിച്ചുകൊണ്ടിരുന്നത്? ഞാൻ സുധീരൻ്റെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ആണ് വിളിക്കുന്നത്. അമ്മ എപ്പോഴും പറയാം, ഞാൻ സുധീരൻ്റെ വീട്ടിൽ പോയി എപ്പോഴും അമ്മ പറഞ്ഞു സുധീരനെ പോലെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞായിരുന്നു അമ്മ, രേണുവിൻ്റെ അമ്മ. പിന്നെ രേണുവിൻ്റെ വീട്ടിൽ അച്ഛനെ ബഹുമാനിക്കുന്ന ആളല്ല രേണു. അച്ഛനും അമ്മയെ ബഹുമാനിക്കില്ല. അച്ഛനെ അവിടെ ഇരിക്കാൻ അച്ഛൻ അവിടെ ഇരിക്കും. അച്ഛൻ പിന്നെ വേറെ പോയില്ല. ചേച്ചി അങ്ങനെ ചേച്ചിയോട് പറഞ്ഞാൽ ഇവർക്കൊരു തൻ്റെ ഇടം പിടിച്ചൊരു അഹങ്കാരം പിടിച്ചൊരു വർത്തമാനവും, ഞാൻ ചെയ്യും അത് കറക്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു വർത്തമാനമാണ്. എൻ്റെ ഇഷ്ടമാണ് അങ്ങനെ എന്നൊക്കെ പറയുന്ന ടീമാണ്. സുധിച്ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും രേണു സംസാരിച്ചിട്ടുണ്ടോ താങ്കളുമായിട്ട്? അല്ല, സുധീരൻ്റെ കാര്യം കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണല്ലോ വീട്ടിൽ. സുധീരൻ്റെ കാര്യം എന്തെങ്കിലും പറയുമ്പോഴും ഇല്ല. പിന്നെ സുധീരൻ വായിച്ച ക്യാഷിൻ്റെ കാശ് പറഞ്ഞപ്പോൾ അത് സുധീരൻ മേടിച്ച കാശെന്ന് എന്നോട് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. സുധീരൻ മേടിച്ച കാശ് ഞാൻ ഒരു കുഞ്ഞിനെ എന്താ സുധീരനെ രാത്രി വിളിക്കണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടി. കുഞ്ഞിനെ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ വിഷയം ചെയ്തില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം ഇതിലാകുന്ന പറഞ്ഞ് എനിക്ക് സത്യമൊന്നുമില്ലെന്ന് അറിയത്തില്ല. കാരണം പൈസ ഞാൻ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തായിരുന്നു. കൊണ്ട് കൊടുത്തായിരുന്നു സുധീരന്. എറണാകുളത്തോടെ കൊണ്ട് കൊടുത്തായിരുന്നു. താങ്കൾ കൊണ്ട് കൊടുത്തു? ഞാൻ കൊടുത്തില്ല, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്തു. കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി താങ്കളോട് സഹായം ചോദിച്ചു. ഞാൻ ആലുവയിൽ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. അപ്പോൾ ആലുവയിലുള്ള ഒരു പുള്ളിക്കാരനായിട്ട് ഞാൻ വിളിച്ച് അവിടെ ആ പുള്ളിക്കാരൻ കൊണ്ട് കൊടുത്തു. താങ്കൾ അവിടെയുള്ള താങ്കളുടെ സുഹൃത്തിന് വഴി സഹായം ചെയ്തു കൊടുത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും രേണുസുധിക്ക് അറിയില്ല എന്നാണ് അവർ പറയുന്നത്. പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ സുധി ഇപ്പോൾ തെളിയിക്കാൻ നമുക്ക് സുധിയിട്ടില്ലല്ലോ. ഈ രേണുസുധിനെ ശരിക്കും വെച്ച് കഴിഞ്ഞാൽ സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്തെ പരിചയമുണ്ടോ? അത്ര പരിചയമില്ല, എന്നാലും നമുക്ക് അറിയാമെന്നുള്ള ഇതേ ഉള്ളൂ. സുധീരൻ മരിച്ച ശേഷമാണ് നമുക്ക് അത്ര പരിചയം വന്നത്. അതായത് അവർ ആദ്യമായിട്ട് താങ്കൾ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു അതോ താങ്കൾ? അല്ല, സുധീരൻ്റെ നമ്പറിൽ ഞാൻ ഒത്തിരി തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു മരിച്ച സമയം. ഈ സിം ആരെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ച്. പിന്നെ നമ്മൾ ടിക്ടോക്ക് അങ്ങ് സ്റ്റോപ്പായിപ്പോയി. പിന്നെ നമുക്ക് അങ്ങ് ആരും മെസ്സേജ് ഇടാനോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ട് കുറച്ച് സമയം മെസ്സേജ് ഇട്ടാണ് പുതിയ നമ്പർ കിട്ടിയത്. അങ്ങനെയാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. താങ്കൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ്? അല്ല, മുമ്പ് അറിയുന്നല്ലോ. പിന്നെ ഈ ടിക്ടോക്ക് ഉപയോഗിച്ച് നമുക്ക് ഒരു കോൺടാക്ട് ഇല്ലയോ.
ടിക്ടോക്ക് വഴിയുള്ള ഇതേ ഉള്ളൂ. സുധിയേട്ടൻ്റെ നമ്പർ തന്നെ ഉണ്ട്. രേണു സുധി ടിക്ടോക്ക് വഴിയുള്ള ഇതേ ഉള്ളൂ. ടിക്ടോക്ക് വഴി താങ്കൾ ചാറ്റ് ചെയ്തിട്ടുണ്ട്? ഉണ്ട്. അങ്ങനെയുള്ളൊരു ഇതേ ഉള്ളൂ നമുക്ക് അറിയാന്നുള്ള കാര്യത്തിലെല്ലാം. അതായത് സുധിച്ചേട്ടനുള്ള സമയത്ത് തന്നെ താങ്കൾ അറിയാം. എൻ്റെ വൈഫിനെ ടിക്ടോക്ക് വൈഫിനെ റീൽ ചെയ്യുന്നതാണ്. വൈഫാണ് ഈ പുള്ളിക്ക് കാണിച്ചത്. അവർ അതായത് താങ്കളുടെ വൈഫ് റീൽ ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ ചെയ്യുമായിരുന്നു, ടിക്ടോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധി പുള്ളി എൻ്റെ വൈഫാണ് എനിക്ക് സുധിയേട്ടനും ഇവരെ കാണിച്ചത്. ഓക്കെ. അപ്പോൾ ചാറ്റ് ചെയ്ത് വൈഫാണ് ചാറ്റ് ചെയ്തത്, താങ്കളാണ് ചാറ്റ് ചെയ്തത്? വൈഫിനെ കാണിച്ചത്. അങ്ങനെ ഞാൻ വൈഫിനോട് രാത്രി മെസ്സേജ് ഇട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നമ്മളൊരു സൗഹൃദം ഉണ്ടായി. അപ്പോൾ ഈ എൻ്റെ വീട്ടിൽ വൈഫും എപ്പോഴും പറയും ഈ പുള്ളിക്കാരി നമുക്കൊരു ഏണിയാണെന്ന് പറയായിരുന്നു. പിന്നെ നമ്മൾ എൻ്റെ വൈഫിന് അത്ര ഈ പുള്ളിക്കാരി ഇഷ്ടം വരുന്നില്ല. ആദ്യം വൈഫ് തന്നെ കാണിച്ചു തന്നൊരു വ്യക്തി നിങ്ങൾ തന്നെ അങ്ങോട്ട് ചാറ്റ് ചെയ്യുന്നു, ആ ചാറ്റ് സൗഹൃദം ഉണ്ടാവുന്നു. പിന്നെ വൈഫിന് അത് ഇഷ്ടമല്ലാത്തൊരു സമയം ഉണ്ടാവുന്നത് എപ്പോഴാണ്? ഈ പുള്ളിക്കാരി മെസ്സേജ് രാത്രി വരുന്നത്. അർദ്ധരാത്രികളാണ് മെസ്സേജ് വരുന്നത്. 2 മണിയായിരിക്കും ഉറക്കം വരുന്നില്ല. 2 മണിക്കും 1 മണിക്കും മെസ്സേജ് ഇടുന്നതും വിളിക്കുന്നു, പൈസക്ക് വിളിക്കുന്നതും. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഈ പൈസക്ക് തന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ കൊടുക്കുന്ന സുധി നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, പൈസക്ക് അത്യാവശ്യം കൊടുക്കണമായിരിക്കും, ചോദിക്കണമായിരിക്കും കരുതി അത് കൊടുക്കാറുണ്ട്. ഏകദേശം എത്ര രൂപയോളം കൊടുത്തിട്ടുണ്ടാവും? ഞാൻ ഒരു ഇതിൽ നല്ല അല്ലാതെ നമ്മൾ കാണാൻ വീട്ടിൽ പോയി കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി. ഇത്രയും നോക്കിയാൽ അറിയുള്ളൂ ഇനി കൊടുത്തതിൻ്റെ അത്രയും. എന്നാലൊരു 1 ലക്ഷം രൂപയുടെ അടുത്തുണ്ടോ? അത്രയൊന്നുമില്ല. 15,000 15,000 അടുപ്പിച്ച് അതുണ്ട് പലപ്പോഴായിട്ട്. പിന്നെ ഇതിൽ അയച്ചത് ഗൂഗിൾ പേയിൽ അയച്ചത് എനിക്ക് അത്ര നമുക്ക് പൈസ എപ്പോഴും കാണത്തില്ല അക്കൗണ്ടിൽ. അത് ഗൂഗിൾ പേയിലുള്ള 4 രൂപ വെച്ച് കൊടുത്തു. പിന്നെ വീട്ടിൽ പോകുമ്പോൾ നമ്മളെന്ത് കൊടുക്കാതെ പറഞ്ഞാൽ പിള്ളേരുള്ളതല്ലേ, കൊടുക്കാതെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൈസയൊക്കെ കൊടുക്കുമ്പോൾ രേണുസുധിയുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് ആ സമയത്തൊക്കെ അല്ലേ? അപ്പോൾ നല്ലൊരു സ്നേഹം പോലെ തോന്നും. പിന്നെ ഇവർ ഒരു മറ്റേ ചില പട്ടികൾ പോലെ കഴിക്കും, പിന്നെ ഒരു അനക്കമില്ലാത്ത പോലെയുണ്ട്. പിന്നെ പൈസക്ക് അടുത്ത പൈസക്ക് പിന്നെ പുള്ളിക്കാരി എടുത്തുള്ളൂ. അതായത് ഒരു പൈസ കിട്ടിയാൽ പൈസ കിട്ടുന്ന സമയത്ത് ഒരു സൗഹൃദം ഉണ്ടാവും, അതിന് ശേഷം നിങ്ങളായിട്ടൊരു പരിചയം കാണിക്കില്ല, പിന്നെ അടുത്തോണ പൈസ ആവശ്യമുള്ളപ്പോൾ മാത്രം സൗഹൃദമായിട്ട്. അപ്പം നമുക്ക് ഇത് മനസ്സ് വെച്ചിട്ട് നമ്മളത് കൊടുക്കും. കാര്യം നമുക്ക് ഈ കൊച്ചിൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോഴേ അവർ ഒരു ഇത് ടോണുണ്ട്, ആ ഒരു പറച്ചില്ല, അത് നമുക്ക് കൊടുത്തു. ആരായാലും ഈ കുട്ടിയുടെ ആവശ്യം പറഞ്ഞാണ് എപ്പോഴും പൈസ മേടിക്കുന്നത്. കൊച്ചിൻ്റെ ആവശ്യം പറഞ്ഞ് മേടിക്കുമ്പോൾ നമുക്ക് കൊടുത്തു. നമുക്ക് കുഞ്ഞുങ്ങളല്ലേ ഒരു ടോയ്സ് ഉണ്ട്, അത് ഞാൻ അടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നു, ടോയ്സ് മേടിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ നമ്മളെല്ലാം ടീം ചെയ്ത് നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു. നമ്മളെല്ലാം കുറച്ചറിയുന്നുള്ളൂ. കൊച്ചിന് മറ്റേ ബാറ്ററിയുള്ള കാർ മേടിച്ച് കൊടുക്കാൻ വേണ്ടി ഇരുന്നു. ആ സമയത്ത് പിന്നെ നമ്മൾ മടിച്ചത് കാര്യം, പിന്നെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമെന്ന് കരുതി. ഈ പുള്ളിക്കാർ ഇത്രയും ഇതായി വന്നപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അഡ്രസ്സെല്ലാം മേടിച്ച് അഡ്രസ്സിൽ അയച്ചു കൊടുക്കാൻ രീതിയാണ്. അങ്ങനെ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അത് 6,000 അടുപ്പിച്ച് ആവുമെന്ന് പറഞ്ഞു. കാരണം താങ്കൾ മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ചു? ഞാൻ മാത്രമല്ല, നമ്മൾ കുറച്ച് ടീമുണ്ടായിരുന്നു, നമ്മൾ സുഹൃത്തുക്കളെല്ലാം ചേർന്നു. പൈസ അല്ല, രേണുസുന് ഒത്തിരി പൈസ കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇപ്പം ലക്ഷ്മി നക്ഷത്രം കൊടുക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോൾ കാണിക്കുമ്പോൾ അവർ വീഡിയോ എടുത്ത് ചെയ്യുന്നു. അല്ലാതെ ഒത്തിരി ഈ കലാഫീൽഡിലുള്ളതും ഇല്ലാത്തവരും പൈസ കൊടുത്തിട്ടുണ്ട് ഒത്തിരി. രേണുവിന് ലക്ഷ്മി നക്ഷത്രമാണ് വീഡിയോ ചെയ്തത്. അല്ല, ലക്ഷ്മി നക്ഷത്രയ്ക്ക് അത് റീച്ച് ആവേണ്ടേ അവർക്ക്. ഞാൻ ഇങ്ങനെ സുധീരൻ്റെ വീട്ടിൽ പോകുന്നു, അവർക്ക് പൈസ കൊടുക്കുന്നു എന്ന് അറിയിക്കണ്ടേ, 10 പേര് അറിയിക്കണ്ടേ, അവരായിട്ട് കുറേ അടുപ്പമുണ്ടെന്ന് അറിയിക്കണ്ടേ. അതിനായിരിക്കും റീച്ച് ആണ് ആ ചെയ്യുന്നത് പുള്ളിക്കാർ ചെയ്യുന്നത്. ഇപ്പം പുള്ളിക്കാരൻ വരുന്നുണ്ട്, നമ്മളെ അസീസ് പോകുന്നത് വീഡിയോ എടുക്കുന്നു. ഈ അസീസ് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ചുമ്മ. നമ്മളെ ഈ തിരുവനന്തപുരം ട്രൂപ്പിൽ, നമ്മളെ തിരുവനന്തപുരം സ്കലാർക്കിൽ വരുന്നത്, നമ്മളെ ട്രൂപ്പിൽ വരുന്ന കട്ടമളിക്ക് വരുന്ന ആളാണ് അസീസ്. ഓക്കെ. പിന്നെ ഈ പുള്ളിക്കാരൻ ഒരു വലിയ VIP ലുക്കാണ് പുള്ളിക്കാരൻ, നടത്തുകയും കാര്യങ്ങളും പറച്ചിലും കാര്യം. പിന്നെ മറ്റൊരാൾ അറിയത്തില്ല, അങ്ങനെ ഒരു ടൈപ്പാണ്. അതുപോലെ നോബിയായാലും അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് ടീമുണ്ട് നമ്മളെ ഈ ട്രൂപ്പിൽ വന്ന്. നമ്മളെ തിരുവനന്തപുരം ട്രൂപ്പിൻ്റെ എൻ്റെ ഹെഡായിട്ട് നിൽക്കുന്ന ശിവമൽ ചേട്ടനാണ്. ശിവമൽ ചേട്ടൻ ഒത്തിരി വർഷം ട്രിപ്പ് കൊണ്ടുപോയ ആളാണ്. ഈ തങ്കച്ച വരെ ചേട്ടൻ്റെ അടുത്ത് വന്ന് ഇരിക്കാത്ത, ചേട്ടൻ്റെ വീട്ടിൽ വന്ന് ഉറങ്ങിയ ആളാണ് തങ്കച്ച. മറ്റേ സുരേഷ് ചേട്ടനായാലും. ഓക്കെ. അപ്പോൾ അവരെല്ലാം വലിയ ഇതിലായി. പിന്നെ ഈ അറിയത്തില്ല. അപ്പോൾ അവർ ചെയ്യുന്ന മാത്രം പോകുന്നു. ഈ പാവപ്പെട്ട ഇങ്ങനെ ഇത് ചെയ്ത ശിവമൽ ചേട്ടൻ്റെ പേര് വിളിച്ച് പറയാനോ അതൊന്നും ആ ഒരു ഇതില്ല. ചില സിനിമയ്ക്ക് കഥയൊക്കെ കൊടുക്കുന്നതെല്ലാം ചേട്ടനാണ്. ചേട്ടൻ്റെ പേരുമായിട്ട് ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുണ്ടോ? കോമഡി കൊടുക്കുന്നതെല്ലാം ഈ ചേട്ടൻ്റെ പേര് വന്നിട്ടില്ല. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധി എന്ന് പറഞ്ഞ വ്യക്തി ആദ്യമായിട്ട് ശിവമുരളിയുടെ ട്രൂപ്പ് വഴിയല്ലേ വരുന്നത്? അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഉണ്ടായിരുന്നു. ട്രൂപ്പിൻ്റെ കുറച്ച് നാൾ ഉണ്ടായിരുന്നു ട്രൂപ്പിൽ. അന്ന് തൊട്ടേ ചേട്ടന് സുഖമുണ്ട്, പൈസ മേടിക്കുക. ചേട്ടൻ്റെ പേര് പറഞ്ഞ് വേറെ പൈസ മേടിക്കുന്നത് ഇതുണ്ടായിരുന്നു. അപ്പോൾ താങ്കളുമായിട്ടൊരു താങ്കൾ 12 വർഷമായിട്ടാണ് മിമിക്രി ഫീൽഡിലുള്ളത്. അപ്പോൾ താങ്കളുമായിട്ട് സുധിച്ചേട്ടന് പരിചയമുണ്ട്. ആ പരിചയത്തിൽ താങ്കൾ കുറേ പൈസകൾ കടം കൊടുക്കും. കാര്യം ചേട്ടൻ്റെ അവസ്ഥകൾ പറയും. കാര്യം ഈ രേണുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു ചേട്ടനെ. പിന്നെ ഈ പുള്ളിക്കാരിക്ക് ലാഭിച്ചായിട്ട് ജീവിക്കണം, ഇല്ലതും ഉള്ളതും ഇല്ലാത്ത അറിയണ്ട എന്ന് വേണമെങ്കിൽ അപ്പോഴും മേടിച്ച് കൊടുക്കണം. പിന്നെ ആ വീട്ടിൽ ചേട്ടന് ഉറക്കം വരത്തില്ല.
ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ കേട്ടാൽ സുധിയേട്ട മറ്റേതാണ് ഇതാണ് മറ്റേ റേണു മറ്റേ ഭാവിയാണ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ചുമ്മാ അത് അവർ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. അതല്ല വേറെ ഒന്നുമല്ല. അവർക്ക് റീച്ചായി പോകുന്ന വേണ്ടി ചെയ്യുന്നതാണ് സ്റ്റാർ മാജിക് എല്ലാം. എന്നാൽ സ്റ്റാർ മാജിക്കാർ ഇല്ല. ലക്ഷ്മി നസൊക്കെ എന്നെ അറിയാം. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല ഇത്ര വർഷമായിട്ട്? കരയുന്നു, അസീസ് കരയുന്നു, ഇവർ കരയുന്നു, എന്ത് കരയുന്നു, എന്തിനു കരയുന്നത്? എന്ത് കാര്യത്തിൽ കരയുന്നത്? സ്വന്തം അമ്മ ആരും കണ്ടുണ്ടായത്? സുധിയേട്ടൻ്റെ അമ്മ കണ്ടുണ്ടായിരിക്കില്ലേ? നിങ്ങൾ വീട്ടുകാർ ആരും കാണുന്നില്ല. അമ്മ അവരിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന പോലെ അറിയത്തില്ല. റേണുവിൻ്റെ പുറകെ കുറേ ക്യാമറ തൂക്കി നടക്കും എല്ലാവരും. റേണു എവിടെ പോയാലും അവരറിയും. റേണു ആദ്യം പ്ലാൻ ചെയ്യും. ആദ്യമേ ഞാൻ ഇവിടുത്തെ പോവുകയാണ്, നിങ്ങൾ അവിടെ വരണമെന്ന് അറിയും. എന്തോ ഒരു നീലക്കുയിലോ ആ മീഡിയ എപ്പോഴും പുറകെ. മുമ്പൊരു മീഡിയക്കാരനെ ഞാൻ നല്ല വഴക്കായി. ഞാൻ പറഞ്ഞു ഇനി ചെയ്യണമെങ്കിൽ ക്യാമറ അടിച്ചു ഓടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്തിനാണ്? ഈ റേണുവിൻ്റെ വീഡിയോ ഒന്നും ചെയ്തില്ലേ? ആ കേസല്ലായി അതിൻ്റെ. ഓക്കെ. താങ്കൾക്കെതിരെ മീഡിയക്കാർ വന്നോ? അല്ല, രണ്ട് പുറകെ ഇങ്ങനെ ഈ വീഡിയോ കൊണ്ട് സുധിയേട്ടൻ എങ്ങനെ നിങ്ങൾ ചെയ്യാൻ ഇരുന്നാൽ നമ്മൾ പ്രതികരിക്കുന്നു പറയും. അപ്പോൾ ഈ റേണു പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. റേണു ഇവിടെ പോയാലും അവരെ വിളിച്ചറിയിക്കും. ഓക്കെ. അപ്പോൾ അതിൻ്റെ പുറകെ ഇവർ നടക്കും. ഇപ്പൊ രേണുസുതി ബിഗ് ബോസിലാണുള്ളത്. ഈ ബിഗ് ബോസിലേക്ക് പോകാനുണ്ടായിരുന്ന തത്രപ്പാടുകൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു ചെയ്തതാണ് അവിടെ അറിയിക്കണം. പിന്നെ അതിനുള്ള ഇതാണ് ചെയ്തത്, രേണു ചെയ്തത്. അത്ര വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് നല്ല ഇതുണ്ട്, തന്ത്രങ്ങളും അതൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരി അറിയാതെ ഉള്ളത് എത്താനുള്ളത്. പിന്നെ മഞ്ജു വാര്യർ സപ്പോർട്ട് ചെയ്യുന്നു. മഞ്ജു വാര്യർക്ക് എന്തറിയാം സപ്പോർട്ട് ചെയ്യാൻ? മോഹൻലാൽ സപ്പോർട്ട് ചെയ്യുന്നു തുടങ്ങി. എന്തിനാ സപ്പോർട്ട് ചെയ്യണം? എന്നിട്ട് കുറച്ച് തുണിയിട്ട് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യും. ഇനി തുണിയില്ലാതെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം മോഹൻലാലും മഞ്ജു വാര്യർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സുധിയേട്ടന് വേണ്ടിയാണ് ചെയ്യുന്നതെല്ലാം. ഇനി വേറൊരു കല്യാണം കഴിച്ച് കയറി കിടന്ന് അത് സുധിയേട്ടൻ്റെ ഓർമ്മയ്ക്ക് കിടന്നാണെന്ന് പറയുമോ? ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്ക് എത്തിയത് സുധിച്ചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ബിഗ് ബോസിൽ വരിക എന്നുള്ളത്. അതുകൊണ്ടാണ് രേണു വന്നതെന്നാണ് പറയുന്നത്. അല്ല, അതൊക്കെ എന്താ പറയുന്നത്? ബിഗ് ബോസിൽ രേണുവിനെ വിളിച്ചത് ഒരു ബന്ധമില്ലാത്ത ഒരാളെ ബിഗ് ബോസിൽ എങ്ങനെ കൊണ്ടുവരുന്നത്? ഈ ഒരു ജോയിപ്പാണ് ഒരു കാര്യം പറയുമ്പോൾ ഒരു ബന്ധവുമില്ലാതെ സുധിയേട്ടൻ്റെ വൈഫായിട്ട് കഴിഞ്ഞു പറയുന്നു. ആ പുള്ളിക്കാരെ എങ്ങനെ ബിഗ് ബോസിൽ വരുന്നത്? സുധിയേട്ടൻ പറഞ്ഞിട്ട് ചെയ്യുന്നത്? സുധിയേട്ടൻ മരിച്ചിട്ട് വന്ന് രണ്ടാമത് വന്ന് പറഞ്ഞിട്ടുണ്ടായി ബിഗ് ബോസിൽ പോകണമെന്ന്. അതൊക്കെ ചുമ്മാ പറയുന്ന പുള്ളിക്കാരി. +2 വരെ എന്താ പോയിട്ടുള്ളൂ. +2 ജയിച്ചെന്നാലും അറിയില്ല. +2 പോയെന്നാണ് എൻ്റെ പറയുന്നത്. ഈ കൊല്ലം സുധി എന്ന് പറഞ്ഞ കലാകാരൻ, അനശ്വരനായ ഒരു കലാകാരൻ, ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമുള്ളൊരു കലാകാരനായിരുന്നു. ശരിക്കും അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പേര് വെച്ച് മാർക്കറ്റ് ചെയ്താണ് രേണുസുതി മുന്നോട്ട് പോകുന്നതെന്ന് താങ്കൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്? എല്ലാവരും തോന്നിയിട്ടുണ്ട്. കാര്യം സുധിയേട്ടൻ നല്ല കഷ്ടപ്പെട്ട് വന്നതാണ്. സുധിയേട്ടൻ ഒത്തിരി പൈസ കഷ്ടപ്പെട്ട് ഒത്തിരി കടങ്ങൾ തീർക്കാനുണ്ട്. അപ്പം ആ സുധിയേട്ടൻ്റെ കാര്യം ഇത്രയും മീഡിയക്കാർ ആരും പോയിട്ടില്ല. ഈ രേണുവിൻ്റെ പുറകിൽ മാത്രം പോകുന്നുണ്ട്. സുധിയേട്ടനെ സഹായിക്കാൻ വേണ്ടി കുറച്ച് പേരുള്ളായിരുന്നു. ഇപ്പം രേണുവിൻ്റെ പുറകെ പോകുന്നു. ഈ സുധിയേട്ടൻ്റെ പുറകെ പണ്ട് ഇതുവരെ പോയിരുന്നു. സുധിയേട്ടൻ നല്ല ഇപ്പം ബിഗ് ബോസിൽ സുധിയേട്ടൻ നിൽക്കില്ലേ? ആണോ അല്ലേ? അതെ. അപ്പോൾ അവർ പോയില്ല. ഇപ്പം റേണു പൊക്കി നടക്കുന്നു. അവർ റീച്ചിന് വേണം, അല്ലാതെ ഞാൻ പറയുന്നില്ല. റീച്ചിന് വേണ്ടിയാണ് നടക്കുന്നത്. താങ്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്താ ശരിക്കും തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യമുണ്ട്. കാര്യം ഇങ്ങനെ ചെയ്യുമ്പോഴേ സുധിയേട്ടൻ എനിക്ക് അറിയാന്നുള്ള സുധിൻ്റെ ഫാമിലി കാര്യങ്ങൾ എനിക്ക് അറിയാന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നത് മൊത്തം കള്ളം ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇവ എന്ത് പ്രശ്നത്തിന് പേരും ഞാൻ പുറകെ പോകും. എനിക്ക് ഇതിൻ്റെ പേരിൽ ഇനി വീണ്ടും കേസ് കൊടുക്കും. അവിടുത്തെ SIയും CA പറയുന്നത് ഈ റേണിനെ കൊണ്ട് അവിടെ ഇരിക്കപ്പെടുന്നില്ലെന്ന്. എൻ്റെ ഒരു കേസ് കൊടുത്തിട്ട് അവിടെ പൊളിറ്റീഷ്യനെല്ലാം എപ്പോഴും അവിടെ പോകുന്നു എന്നെ പിടിപ്പിക്കാൻ വേണ്ടി. അതായത് ഇപ്പോൾ താങ്കൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയണമെന്ന് താങ്കൾ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. ഇതിനെതിരെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ നേരിടും. ഞാൻ അതിന് സബ്മിറ്റ് ചെയ്യും കോടതിയിൽ. എന്ത് തെളിവ് സബ്മിറ്റ് ചെയ്യണം ഞാൻ മറ്റേ ഫോണിൽ നിന്ന് എല്ലാം എടുത്ത് സബ്മിറ്റ് ചെയ്യും. എല്ലാം ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രേണുസുതി പറഞ്ഞ പല കാര്യങ്ങളും സത്യസന്ധമല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഇത്രയും ദിവസമായിട്ട് നമ്മൾ ചെയ്തു. എന്തുകൊണ്ട് ഇവരാരും ഒന്നും മിണ്ടിയിട്ടില്ല? അതിനെപ്പറ്റി കുറിച്ച് മിണ്ടിയിട്ടില്ല. ഞാൻ അവിടെ പോയിട്ടില്ലെന്ന് പുള്ളിക്കാരെ പറയാൻ പറ്റത്തില്ല. ഞാൻ അവിടെ പോയി ആ കൊച്ചിനെ ഇളയ മോനെ എടുത്തുകൊണ്ട് നിൽക്കുക. എന്നെ കരഞ്ഞ് എന്നെ വിടാൻ പറ്റാതെ കരഞ്ഞു കൊണ്ട് നിന്ന് പുള്ളിക്കാരൻ എടുത്തു വെച്ചോണ്ടിരിക്കുക മോനെ. ഇപ്പോൾ രേണുസുതിയുടെയും കൊല്ലം സുധി ചേട്ടനും രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ ചേർത്ത് കല്യാണ ഫോട്ടോ ചേർത്ത് താങ്കൾ ഡിസൈൻ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിക്കും കൊടുത്തപ്പോൾ എന്തായിരുന്നു ശരിക്കും? പുള്ളിക്കാർക്ക് കാണണ്ട, പുള്ളിക്കാർക്ക് ഇനി കാണണ്ട, അത് ഇനി ഓർമ്മപ്പെടുത്തരുതെന്ന് പറഞ്ഞു. ആ ഓർമ്മ വഴി സുധിയേട്ടൻ വാങ്ങിച്ച പൈസയെ ഓർമ്മപ്പെടുത്തരുത്. സുധിയേട്ടൻ പണ്ട് ആക്കലം കൊടുത്തു അതൊന്നും എൻ്റെ പറയണ്ട. അത് കേൾക്കേണ്ട ഇഷ്ടമല്ല തുടങ്ങി. സുധിയേട്ടൻ ഒത്തിരി പൈസ വേണം മേടിച്ചിട്ടുണ്ട്. ഇതിനൊന്നും എനിക്ക് ഒന്നിനും പ്രതികരിക്കാൻ പറ്റത്തില്ല. സുധിയേട്ടൻ്റെ ഓർമ്മ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ആളാണ് ഈ കുറച്ച് സമയം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് സുധിയേട്ടൻ എനിക്ക് വലുതാണ്, സുധിയേട്ടൻ പറ്റത്തില്ല, എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് സുധിയേട്ടൻ്റെ ഫോട്ടോ എപ്പോഴും കാണിക്കും. ഫ്രെയിമിൽ ഒരു ഫോട്ടോ കാണിക്കും. ആ ഫോട്ടോ എപ്പോഴും കാണിക്കുള്ളൂ. എന്നിട്ട് ഇപ്പം ബിഗ് ബോസിൽ സുധിയേട്ടൻ ഞാൻ വരുന്നതെന്ന് പറയും. എന്തിനു പറഞ്ഞാൽ ഇപ്പോൾ കല്യാണം ഇതിൽ എത്ര ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഇങ്ങനെ നടക്കുന്നത്, രേണു നടക്കുന്നത്. അവർ മാനായിട്ട് ജീവിക്കുന്നവർ, അവരെ പിള്ളേരെ വളർത്താനും അവർ മാനായിട്ട്. ഇപ്പം രേണു മുമ്പ് തന്നെ വീട്ടിൽ കാണത്തില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ ഇനി ആരും നോക്കുമെന്നുള്ളൊരു ഇരിക്കുക.
കുഞ്ഞു നോക്കാൻ ആളില്ല, കുഞ്ഞു ഇങ്ങനെ വെറുതെ ഇങ്ങനെ പ്രതിപ്പെടുത്ത് നടക്കും. പിന്നെ ഇനി കുറച്ച് അറിയണമെങ്കിൽ രേണുവിൻ്റെ വീട്ടിൽ പോയാൽ വീടിൻ്റെ അടുത്തുള്ളവർ ചോദിച്ചാൽ കൂടുതൽ അറിയാൻ പറ്റും. രേണുവായിട്ട് ഒരു സഹകരണം ഉണ്ടത് അവിടെയാണ്. ആ കയ്യിരിപ്പുണ്ട് ആരും വിടത്തില്ല. ഇപ്പോൾ മറ്റൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ രേണു ഇപ്പോൾ സുധിച്ചേട്ടൻ്റെ പുരസ്കാരങ്ങൾ കട്ടിലിൻ്റെ അടിയിലാക്കി അങ്ങനെയുള്ള വിവാദങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് ശരിക്കും തോന്നിയത്? അല്ല, പുള്ളിക്കാരിക്ക് അത് ഇനി രേണു സുധിയേട്ടനെ ഇനി കണ്ണടി ഇരുന്നാൽ മതി, ഇനി ഞാൻ നിൽക്കാന്ന് പറഞ്ഞുള്ള ഇതായിരിക്കും. അതിലേ നമുക്ക് മനസ്സിലാക്കാമല്ലോ സുധിയേട്ടൻ അവർക്ക് ഇഷ്ടമില്ലായിരുന്നു. സുധിയേട്ടൻ്റെ കലാകാരൻ എന്നുള്ള ഇതിലാണ് രേണു കൂടെ നിന്നത്. അപ്പോൾ ഇപ്പം ആ പുള്ളിക്കാർക്ക് കുറച്ച് എളുപ്പമായി. ഇപ്പം കുറച്ച് വസ്തുവായിട്ട് വയറും കാണിച്ച് നിന്നാൽ പറയാം അത് സുധിയേട്ടന് വേണ്ടി എന്ന് പറയും. എന്ത് സുധിയേട്ടന് വേണ്ടി ചെയ്യുന്നു പറയും. ശരീര പ്രദർശനങ്ങളടക്കം എല്ലാം സുധിയേട്ടന് വേണ്ടിയാണ്. അപ്പോൾ ഒരു മരിച്ച ഒരാളെ വീണ്ടും വീണ്ടും കൊല്ലുന്നതാണ്, അത് വെച്ച് പൈസ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദാസ് പലതും ദാസ് എന്ന് പറഞ്ഞാൽ ദാസ് ഞാൻ ഒരു ഒരാളാണ്. പുള്ളിക്കാരൻ കുറച്ച് പൈസ ഉണ്ടാക്കും. ആരെങ്കിലും വേണമെങ്കിൽ കുറച്ച് പൈസ ഉണ്ടാക്കും, ഒരു റീലി എടുക്കണമെന്ന് പറഞ്ഞ് കുറേ ലേഡീസിനെ വിളിക്കും. അവിടെ എന്ത് ചെയ്യുന്ന അവനറിയില്ല. ഇതിനെല്ലാം രേണുസുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിഗ് ബോസിലെത്തിയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ താങ്കൾക്ക് എന്താ പറയുക, ബിഗ് ബോസിലേക്ക് എത്തിയ ഒരാൾ അവർക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതുന്നുണ്ടോ? അല്ല, ബിഗ് ബോസിൽ കൊണ്ടുപോയെന്ന് വെച്ചാൽ അവർക്ക് റീച്ച് കിട്ടാൻ അല്ലാതെ ഞാൻ പറയില്ല, റീച്ച് കിട്ടാൻ വേണ്ടിയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഇത്രയും ഒരു പ്രശ്നം ചെയ്യുന്ന ആളെ അവിടെ കൊണ്ടുപോകുമ്പോൾ അവർ ബിഗ് ബോസ് എപ്പോഴും എടുത്ത് കാണും. നിങ്ങൾ കാണത്തില്ലേ? ഇപ്പോൾ രേണുസുതി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ യൂട്യൂബിൽ നോക്കത്തില്ലേ, മീഡിയ നോക്കത്തില്ലേ? ബിഗ് ബോസ് കാണാത്തവർ എടുത്ത് നോക്കും. അതിനുവേണ്ടി ചെയ്യുന്നതാണ്, അല്ലാതെ രേണുസുതിയുടെ ഇഷ്ടം കൊണ്ട് അവരെ വിളിച്ചതല്ല, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. ശരിക്കും വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ റിയാലിറ്റി ഷോ ആണ്. അതിൽ പങ്കെടുക്കുന്ന ആളുകൾ എത്രയൊക്കെ മറച്ചു വെച്ചാലും അവരുടെ യഥാർത്ഥ മുഖം അതൊക്കെ ചുമ്മാ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ബിഗ് ബോസ് നമ്മളെ ചാനലിലെല്ലാം പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തിയുടെ യഥാർത്ഥ മുഖം ബിഗ് ബോസിലെങ്കിലും പുറത്തു വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പഠിച്ച കള്ളിയിൽ എന്തെങ്കിലും വിളി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അതൊന്നും പറ്റത്തില്ല. തോന്നുന്നില്ല പറയുമെന്ന്, അതിന് നോക്കാം. പിന്നെ ഇത് ഇവർ നമ്മൾ ഏഷ്യൻ ചെയ്യുന്ന വെച്ചാൽ അവർ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പം ഈ രേണുവിനെക്കാട്ടി നല്ല നല്ല കലാകാരങ്ങളുണ്ട്, അവരെന്താ വിളിക്കാത്തവരെ? റീച്ചിന് വേണ്ടിയിട്ടാണ്. അല്ല, ഇപ്പം ഇത്രയും രേണു വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് റീച്ചിന് വേണ്ടി വിളിച്ചത്, അല്ലാതെ വേറെ ബിഗ് ബോസിൽ അവരുടെ സ്നേഹം കൊണ്ടോ അവരുടെ കുടുംബത്തിൻ്റെ ഇത് കൊണ്ടൊന്നും വിളിച്ചതല്ല. എന്നാൽ ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ഇപ്പോഴും സുധിയേട്ടൻ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടായിരുന്നു. എന്നാൽ സുധിയേട്ടനെ വിളിക്കാൻ അപ്പോഴേ എല്ലാവരും ചെയ്യുന്ന ബിസിനസ് അല്ലേ അവർക്ക്. സുധിയേട്ടനെ വെച്ച് ബിസിനസ് ചെയ്തു, ഇപ്പം രേണുവിനെ വെച്ച് ബിസിനസ് ചെയ്യുന്നു, അതേ ചെയ്യുന്നത്. താങ്കളൊരു കലാകാരനാണ്, കലാരംഗത്ത് കൂടെ വന്ന ആളാണ്, മിമിക്രി ചെയ്യുന്നുണ്ട്, അതുപോലെ ഇപ്പൊ സിനിമയിലെ കാസ്റ്റിംഗ് കാര്യങ്ങളുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ കലാരംഗത്ത് നിൽക്കുന്ന താങ്കളുടെ ആഗ്രഹം എന്താവാനാണ് ശരിക്കും? എനിക്ക് അങ്ങനെ വലിയ എന്നെ തന്നെ ഈ സിമോൾ ചേട്ടൻ തള്ളി വന്നാണ് എന്നെ ഇതിൽ കൊണ്ടുവരുന്നത്. ഫീൽഡ് വന്നപ്പോൾ ചേട്ടനെ സപ്പോർട്ട് ചെയ്തും നിൽക്കുന്നു. ചേട്ടൻ എന്നെ ഇതായിട്ട് ചേട്ടൻ കൈവിട്ടിട്ടില്ല. ഇത്ര വർഷം ചേട്ടൻ്റെ കൂടെ നിൽപ്പുണ്ട്. എൻ്റെ എല്ലാ കാര്യത്തിലും ചേട്ടനുണ്ട്. സിമോൾ ചേട്ടൻ്റെ കൂടെ നിന്നുള്ള എല്ലാവരും കലാകാരൻ, തങ്കച്ചരൻ, നമ്മളെ ശശാങ്കൻ, ഇവരെല്ലാം യൂട്യൂബിൽ വന്നിട്ടുള്ളതാണ്. നമ്മളെ സുരാജ് വഞ്ഞാറ ചേട്ടൻ്റെ വീട്ടിലാണ് നിന്നിട്ടുള്ളത്. ഇപ്പം പറഞ്ഞാൽ അതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. തിരുവനന്തപുരം കലാകാരൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുന്ന ആണ്. നിങ്ങൾ ഏതാണ്ട് ചോദിച്ചാൽ അറിയാം, ഈ ടു പറയുന്നത് വെച്ചാൽ അറിയാം. ഓക്കെ. ഇപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള ഫ്യൂച്ചർ പരിപാടികളൊക്കെ എന്താണ് പ്ലാനുകളും കാര്യങ്ങളൊക്കെ? ഇങ്ങനെ ഇപ്പം ചെറിയ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പം ചെയ്യുമെന്ന് അറിയില്ല, പേടിയിട്ടിരിക്കുക, ചെയ്താൽ പിന്നെ സൗണ്ട് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി ഇപ്പോൾ കുറച്ച് ഒരു വർഷമായിട്ട് ബാക്കടിച്ച് നിൽക്കുകയാണ് ഫീൽഡിൽ. ഇപ്പം കാസ്റ്റിംഗ് മാത്രമേ എടുക്കുന്നു, സിനിമ കാസ്റ്റിംഗ് മാത്രമേ പോകുന്നുണ്ട്. പിന്നെ ചെറിയ സ്റ്റേജ് പരിപാടിക്ക് അറിയാലോ, മാട്ട പരിപാടിക്കെല്ലാം പോകുന്നുണ്ട്. അല്ല, കൂടുതൽ സ്റ്റേജിൽ നിന്ന് ചെയ്യലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സൗണ്ട് എടുക്കും, ഞാൻ നടന്മാരെ സൗണ്ട് എടുക്കും, പാട്ട്, ഫീമെയിൽ പാട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അതൊക്കെ കൊണ്ട് സൗണ്ട്, പിന്നെ സിഗരറ്റ് വലി ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പോൾ സൗണ്ടൊക്കെ എടുക്കാൻ പറ്റുമോ അതോ ഓപ്പറേഷൻ? ഇപ്പം അങ്ങനെ പറ്റത്തില്ല, കുറേ എടുക്കാൻ പറ്റില്ല. പിന്നെ വെള്ളം കുടിക്കണം, അങ്ങനെ തൊണ്ട നല്ല വേദന എടുക്കും. ഓക്കെ. പിന്നെ എരിവ് കഴിക്കാൻ പാടില്ല, തൈര് കഴിക്കാൻ പാടില്ല, തണുപ്പ് കഴിക്കാൻ പാടില്ല, ചൂടുവെള്ളം. ഇപ്പോൾ താങ്കളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കാണപ്പെടുന്ന ആളുകളൊക്കെ പറയുന്നത് കൊല്ലം സുധി ചേട്ടൻ്റെ ഡ്യൂപ്പാണ്. ഇപ്പം പറഞ്ഞു അമൃതയിലടക്കം വിളിക്കുന്നത് കൊല്ലം സുധി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അപ്രോച്ചുകളും ആളുകൾ തേടി വരാറൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നു. ഞാൻ സുധിയേട്ടൻ മരിച്ച ഇടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആയ സമയത്ത് ഞാൻ അമ്മയ്ക്ക് എടുക്കണമല്ലോ, മറ്റേ സ്റ്റീലിൻ്റെ എല്ലാം കല്ലിടേണ്ട എടുക്കണമല്ലോ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ എന്നെ കണ്ടതും, ഞാൻ ഉണ്ട്, വൈഫുണ്ട്, എൻ്റെ മോനുണ്ട്, കണ്ടു. അവിടെ ഒരു കരിക്കൊണ്ട അമ്മ ഇങ്ങനെ പെട്ടെന്ന് നെറ്റി നോക്കിയിട്ട് ഇങ്ങനെ കണ്ണിക്കൂടെ കണ്ടിട്ട് എന്നെ പിടിച്ച് സുധി എന്നൊക്കെ പറഞ്ഞ്, ഞാൻ സുധി എൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കരഞ്ഞ് ഞാൻ എൻ്റെ മോൻ മിഠായി വെച്ച് കൊടുത്തു. എൻ്റെ മോൻ ചെറുത് പാടും, മോൻ പാടെല്ലാം പാടി കൊടുത്തു, അങ്ങനെ വിട്ടായിരുന്നു.
പിന്നെ ഒത്തിരി ആൾ തന്നെ സുധിയാണ് വിളിക്കുന്നത്. ഈ ചിലയിടത്ത് ഞാൻ പോകുമ്പോൾ സുധിയാണോ ചോദിക്കും. അപ്പോൾ ഞാൻ സുധി അല്ല എന്ന് പറയും. ഞാൻ അമൃതയിലുള്ള പരിപാടി ചെയ്യുന്നു, സുധിയേട്ടനല്ല, സുധിയേട്ടൻ അറിയാമെന്നൊക്കെ പറയും. അങ്ങനെ സുധിച്ചേട്ടൻ്റെ ഡ്യൂപ്പ് എന്നുള്ളൊരു വിളിപ്പേര് വരുന്നതിൽ താങ്കൾക്ക് സന്തോഷമാണോ? അല്ല, സന്തോഷമായി. കാര്യം എനിക്ക് സുധിയേട്ടൻ മരിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത് ഓർക്കാൻ പറ്റില്ല. സുധിയേട്ടൻ മരിച്ചപ്പോൾ ഞാൻ അങ്ങ് പോയില്ലേ. സുധിയേട്ടൻ ഞാൻ ഒരുമിച്ച് സ്റ്റേജിൽ നിൽക്കുന്ന സുധിയേട്ടൻ പറഞ്ഞിട്ടുള്ള ആളാണ്. ചെറിയൊരു ഉടായ്പ ഉണ്ടെങ്കിൽ സുധിയേട്ടൻ ഉണ്ടെങ്കിലും മരിച്ച സമയത്തൊക്കെ പോയിരുന്നോ? ഇല്ല, അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഓപ്പറേഷനായിട്ട് ജനറൽ ഹോസ്പിറ്റൽ ICUലായിരുന്നു. അമ്മയ്ക്ക് പോകാൻ പറ്റിയിരുന്നപ്പോൾ. പിന്നെ സുധിയേട്ടൻ മരിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ചെല്ലണ്ടെന്ന് പറഞ്ഞു. കാര്യം എൻ്റെ കൂടെ തന്നെ പറഞ്ഞു ചെല്ലണ്ട, ഇനി മരിച്ച വീട്ടിൽ സുധിയേട്ടൻ്റെ ആയിട്ടുള്ള ഒരു ആൾ ചെല്ലുമ്പോൾ അവർക്ക് എന്താണെന്ന് അവർക്ക് അറിയില്ല, അതുകൊണ്ട് പോകണ്ടെന്ന് പറയും. പിന്നീടാണ് കുറേ കാലങ്ങൾക്ക് ശേഷം പോകുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്? അതായത് ഇല്ല, ഇപ്പം അച്ഛൻ വിളിക്കാറില്ല. ചേച്ചിയുടെ നമ്പർ ഉണ്ട്, ചേച്ചി ബ്ലോക്ക് ഇട്ടിരിക്കുകയാണ്. അച്ഛൻ വിളിക്കാറില്ല, ആരും വിളിക്കാറില്ല, അമ്മ വിളിക്കാറില്ല. ഇപ്പോൾ ഈ പൈസ വെച്ച വിഷയത്തിലും ഇങ്ങനെയുള്ള അപ്പോൾ പോലീസ് കേസ് ആരും അങ്ങനെ വിളിക്കാറില്ല. പിന്നെ ഇടയ്ക്ക് ഒരു മാസം മുമ്പ് ചേച്ചി കുറച്ച് മെസ്സേജ് ഇടുമായിരുന്നു. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ ഇത് ഒന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവിടെ നിന്ന് പറയും എന്ന് പറയും, ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യരുതെന്നൊക്കെ പറയും. അപ്പോൾ ആ പുള്ളിക്കാരി മെസ്സേജ് ഇട്ടായിരുന്നു. ഏകദേശം ഞാൻ പറഞ്ഞാൽ ആ പുള്ളിക്കാരി കേൾക്കത്തില്ല, ഞാൻ ചീത്ത വിളിക്കും എന്ന് പറഞ്ഞു. അവളെന്തോ ചെയ്യട്ടെന്ന് പറഞ്ഞു. അതായത് ചേച്ചി പറഞ്ഞാൽ പോലും രേണുസുതി കേൾക്കത്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ, അതിൻ്റെ പ്രൊമോ ഷൂട്ട് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി എൻ്റെ പുതിയ വീട്ടിലേക്ക്, അതായത് ഇപ്പം മക്കൾക്ക് വേണ്ടി പണിത് കൊടുത്ത KHDC പണിത് കൊടുത്ത വീട്ടിലേക്ക് ഇല്ല, ഇനി ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ചേച്ചിയുടെ വീട്ടിലാണുള്ളത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഒക്കെ വന്നിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനി എനിക്ക് അതിനത്ര ചോദിപ്പില്ല. സുധിയേട്ടൻ ഉള്ള സമയത്ത് സുധിയേട്ടൻ ഒത്തിരി കണ്ടുപിടിക്കാൻ അതിൽ പോയിട്ടുണ്ട്. ആ സുധിയേട്ടൻ ഉള്ളപ്പോഴാണ് വീട് കൊടുത്തിരിക്കും സുധിയേട്ടൻ്റെ ഒരു ഇതായിരുന്നു. സുധിയേട്ടൻ മരിച്ചിട്ട് പിന്നെ അത് കൊടുത്തിട്ട് അതൊക്കെ ചെയ്യണം, അന്ന് ഇവർ ചെയ്യണമായിരുന്നു, സഹായിക്കണം എല്ലാം ചെയ്യണം. ഇപ്പം സുധിയേട്ടൻ മരിച്ചിട്ട് അതിൻ്റെ പേരിൽ കുറേ ഒരു വീടും കൊടുത്ത് അതും കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഇല്ല, അവർക്ക് താമസിക്കാനില്ല. സുധിയേട്ടൻ ഉള്ളത് കൊടുത്തിരുന്നെങ്കിൽ. അല്ല, അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥരായ 2 കുട്ടികൾക്ക് വേണ്ടി, ഇപ്പോൾ കിച്ചുവിന് അച്ഛനും അമ്മയില്ല, അതുപോലെ ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്കാണെങ്കിൽ അച്ഛനില്ല, അപ്പോൾ അനാഥരായ 2 കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അവരെ വീട് കൊടുത്തിരിക്കുന്നത്. ആ സ്ഥലം എഴുതി കൊടുത്തിരിക്കുന്നത് എന്നാൽ അത് അവർക്ക് തന്നെ ലാസ്റ്റ് വിനയായല്ലോ. സമുദ്രം ഈ ദാനം കിട്ടിയ പശുവിന് പല്ല് എണ്ണി നോക്കരുന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ ചേട്ടൻ്റെ സാധനം തന്ന ഞാൻ അത് കേടാണ് എന്നൊക്കെ പറഞ്ഞ് തരികയാണ്. ചേട്ടാ അത് കൊണ്ടുവച്ചിട്ട് മറ്റുള്ളവരുടെ 2-4 ദിനോട് വിളിച്ച് വേണം അതൊക്കെ കേടായ മറ്റാണ്, അവർ തന്നെയാണ്, ഇത് തന്നെയാണ്, അതിന് എനിക്ക് ശരി തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമല്ലേ? അതെ. ഇപ്പം ചേട്ടൻ്റെ സാധനം തന്ന ആ ചേട്ടനെ നന്നാക്കി എടുക്കേണ്ടത് ആണല്ലോ. അല്ല, ഇതിപ്പോൾ ഒരു പുതിയ വീട് തന്നു, ഇപ്പോൾ താങ്കൾക്കാണെങ്കിലും ഞാനിപ്പോൾ ഒരു പുതിയ കാർ സമ്മാനിച്ചു, അതിന് നാളെ ഇപ്പോൾ താങ്കൾ ഒരു 10,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് ടയർ പഞ്ചറായിട്ട് ടയർ നന്നാക്കി തരണം എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? അല്ലല്ല, അത് അവരാണ് ചെയ്യേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്നത് അത് മോശമാണ്. രേണു ഇങ്ങനെ പറയാനേ പാടില്ല. ഒരു വീട് കൊടുത്തത്, ആ ഒരു വീട് കെട്ടിയത് തന്നെ എത്ര ലക്ഷം രൂപ അറിയുമോ? നമ്മൾ ഒത്തിരി കലാകാരന്മാരുണ്ട്, അവരെ വീട് അവരെ കഷ്ടതയാണ്. ചിലത് നമ്മൾ അങ്ങോട്ട് ഒരു 50 രൂപ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് പെട്ടുപടിക്ക്. നമ്മൾ ചിലത് പകരം ചെയ്ത് നമുക്കൊരു പൈസ കിട്ടാതെ അവൾ വരുന്നുണ്ട്. പെട്ടുപടിക്ക് കൂട്ടുകാരെ വിളിച്ചാൽ നമ്മൾ പെട്ടുപടിക്കാൻ വേണ്ടി Google Pay ചെയ്ത് പൈസ മേടിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇത്രയും കലാകാരന്മാർ കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഈ രേണുവിന് കിട്ടിയിട്ടുള്ളത്. ആ ഒരു വീട് എന്നാൽ കെട്ടി വരുന്ന നല്ലൊരു എമൗണ്ട് ആവുന്ന എനിക്ക് തോന്നുന്നു. 12-13 ലക്ഷം അടുപ്പിച്ച് എനിക്കാന്ന് തോന്നുന്നു. അവർ പറയണത് 20 ലക്ഷം രൂപയുടെ അടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഫർണിച്ചറുകൾ ആയി കാണും, ആവും. ഇത്രയും മെറ്റൽ സാധനങ്ങളും ഇത്തിരി ചെയ്ത് വരുമ്പോൾ ഡിസൈൻ ചെയ്തെല്ലാം വരുമ്പോൾ നല്ലൊരു പൈസയാവും. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു വീട് കൊടുത്തില്ല ഇത്രയും ലക്ഷം രൂപയ്ക്ക്. ഈ പുള്ളിക്കാരെ തപസ്സിരുന്ന പറ്റുമോ ഒരു വീടൊക്കെ? ഈ പുള്ളിക്കാർ എത്ര വർഷം ജോലി ചെയ്യണം ഇങ്ങനെ ഒരു വീട് വെക്കണമെങ്കിൽ? വെക്കാൻ പറ്റുമോ? ഒരു ഷീറ്റ് വീട് ഈ പുള്ളിക്കാർ വെക്കാൻ പറ്റുമോ ഈ പുള്ളിക്കാർക്ക്? മറ്റൊരു കാര്യം ചോദിക്കാം. ഇപ്പോൾ രേണുസുതി ഒരു വിഷയം താജ് പത്തനംതിട്ടയോട് പറയുന്നു, താങ്കളെ അദ്ദേഹം വിളിക്കുന്നു, നിങ്ങൾ തമ്മിൽ ചെറിയൊരു വാക്തർക്കം. എനിക്കറിയില്ല താജാണ് വിളിക്കുന്നത്, എനിക്കറിയില്ല. താജേട്ടാണ് എന്നെ വിളിക്കുന്നവരെ എനിക്കറിയത്തില്ല. എന്നെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഞാനും പുള്ളിക്കാരാണ് അങ്ങോട്ട് ചീത്തവിളിയായി, അങ്ങോട്ട് നല്ല ചീത്തവിളിയായി. സഹായമായി നിന്നൊരു വ്യക്തിയെ കഴിഞ്ഞ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ രേണു തന്നെ പറഞ്ഞ് അയാൾ എൻ്റെ തന്തയാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം ലക്ഷ്മി നക്ഷത്രം പറയാം. ലക്ഷ്മി നക്ഷത്ര ഞാൻ പറയാം ഒരു വിഷുവിനന്ന് ഒരു 6000 രൂപ എന്ത് കൊണ്ട് കൊടുത്തായിരുന്നു. വിഷുവിന് മോന് ഡ്രസ്സെല്ലാം മേടിച്ച് പൈസയും കൊണ്ട് കൊടുത്തായിരുന്നു. അല്ലാതെ ഈ മാസം 6000 രൂപ കൊടുക്കണം, അല്ലാതെ എക്സ്ട്രായിട്ട് വിഷുവിന് കൈനീട്ടമായിട്ട് കൊടുത്തായിരുന്നു. Google Pay അയച്ചു കൊടുത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചു തന്നായിരുന്നു. അപ്പം അങ്ങനെ സഹായിച്ച ഒരാളെ ഇവർ തള്ളി പറഞ്ഞു. അപ്പം നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾ നാളെ കാലത്ത് അവൾ തള്ളി പറയും. അങ്ങനെ തള്ളി പറയുന്ന ഒരാളാണ് വ്യക്തിയാണ്. തള്ളി പറഞ്ഞ അത്രയും പ്രായമുള്ള വ്യക്തി, ഇപ്പോൾ താജ് പത്തനംതിട്ട വ്യക്തിയെ താങ്കൾക്ക് അറിയായിരിക്കും. അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള മിമിക്രി കലാകാരനാണ്, സ്റ്റേജ് ഷോ അടക്കം പരിപാടികൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പരസ്യമായിട്ട് അദ്ദേഹം എൻ്റെ തന്തയാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എന്തത്തോളം വേദനിച്ചിട്ടുണ്ടാവും അയാൾ? പിന്നെ
പിന്നെ പുള്ളിക്കാരാണ് മറ്റേ തങ്കച്ചനും പുള്ളിക്കാരനെ അച്ഛനും എനിക്കൊരു ഇതില്ല, അങ്ങനെ ഒരു ഗുണവും ഇല്ല പുള്ളിക്കാരിക്ക്. അത് പറഞ്ഞാൽ കേൾക്കത്തില്ല, തൻ്റെ അടുത്ത് ജീവിക്കണം. സുധീറിനെ ഡെയിലി ഇട്ട് ശല്യം ചെയ്യിക്കണം ജോലി. ഇവർക്ക് പറയണത് അപ്പോഴും പോകണം. പിന്നെ സുധീറിൻ്റെ ആദ്യത്തെ മോൻ്റെ ഒരു ഇത് കൊണ്ടാണ് ചേട്ടാ പിടിച്ചു നിന്നത്, 3 വർഷം നിന്നത്. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയുള്ള നിരവധി വിവാദങ്ങൾ ഉണ്ടാകുന്നു, വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഒരു പക്ഷേ ക്രൂശിക്കപ്പെടുന്നത് കൊല്ലം സുധീർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടുപോയ അതുല്യ കലാകാരനായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കലാകാരന്മാരാണ്, താങ്കൾ മിമിക്രി ആർട്ടിസ്റ്റാണ്, നിങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് ഇങ്ങനെ ഒരു സംഭവം? കാര്യം അവരാരും ഇവരായിട്ട് കോണ്ടാക്ട് വെക്കത്തില്ല. കാര്യം സുധിയായിട്ട് മരിച്ചു പോയാൽ പിന്നെ അവരുടെ അതങ്ങ് പോയി. സഹായിച്ചിട്ടുണ്ട്, അവർ ഒത്തിരി മെമ്മറി കലാകാരെ സഹായിച്ചിട്ടുണ്ട്, അല്ലാതെ ആൾ സഹായിച്ചിട്ടുണ്ട്. അതല്ല പറഞ്ഞേ, അങ്ങനെ ഒരു കലാകാരൻ അദ്ദേഹം നിങ്ങളോട് വിട്ടുപിരിഞ്ഞ് വേർപാട് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം മോശമാകുന്ന തരത്തിൽ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നു. ആ ചേട്ടൻ്റെ പേരെ പോയി. ആ ചേട്ടൻ മരിച്ചല്ലോ, മരിച്ചു. അത് വാർത്ത മീഡിയയിൽ വന്നു. എന്ന് വെച്ചാൽ ആ സുധീറിൻ്റെ ഇത് വെച്ച് ലക്ഷ്മി നക്ഷത്രമാണ് ഫസ്റ്റ് ഒക്കെ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സുധീറിനായിട്ട് ഇവർ ബിസിനസ് ചെയ്തത്. അത് നിങ്ങളെ കലാകാരന്മാരെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട്? അത് എല്ലാവർക്കും വേദനയുണ്ട്. പിന്നെ ആരും പുറത്ത് പറയാനും ആക്കും. ഇപ്പം എനിക്കെതിരെ കുറേ ഇതൊക്കെ വരും. പിന്നെ അവർക്ക് നാണക്കടില്ല, അവർ ഫാമിലി ജീവിക്കുന്നവരല്ലേ ചിലർ. എല്ലാം പറഞ്ഞു പോയാൽ പിന്നെ അവരെ ഫാമിലി ഒത്തിരി വിഷയങ്ങളുണ്ടാകത്തില്ലേ, ആരും പറയാൻ മടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, അവൾ എന്ത് പറഞ്ഞാലും ഞാൻ നേരിട്ട് മുന്നിട്ട് നിൽക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. കാര്യം എൻ്റെ അമ്മയൊക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് ചീത്ത വിളിച്ചതാണ് രേണുസുതി. അപ്പം അങ്ങനെയുള്ള ഞാൻ വിടില്ല. ഞാൻ സഹായിച്ച എൻ്റെ അമ്മയല്ല, അമ്മ ഒത്തിരി സാധനം അവർക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ കൊടുത്ത ഒരാളെ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് മോശമാണ് എന്നാണ് പറയുന്നത്. മോശമല്ല, ഇവർക്ക് കിട്ടിയിട്ട് നല്ല അടി കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ രേണുസുതിന് നല്ലൊരു അടി കിട്ടിയിട്ടില്ല. അതൊരിതാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നു താങ്കൾ ഇതിനെ എന്തും നേരിടാൻ തയ്യാറാണെന്ന്. ഇപ്പോൾ വൈഫിന് രേണുസുതിയോട് വലിയ താല്പര്യമില്ല, ഈ വിഷയങ്ങളിൽ താങ്കൾ ഇടപെട്ടപ്പോഴുള്ള വിവാദങ്ങളോട് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ അഭിമുഖം കൊടുക്കാനെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? സപ്പോർട്ടില്ല. അവർക്ക് ഇതെന്ന് ആദ്യം എല്ലാവരും പറഞ്ഞു വയ്ക്കുക, ഇതിൻ്റെ പുറകെ നമുക്ക് ഇറങ്ങേണ്ടതാണ് പറയുന്നത്. അതാണ് ഞാൻ നിങ്ങൾ പറയില്ല, ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ പയ്യെ ഒഴിഞ്ഞ കാര്യം അറിയാം. ഞാൻ അവിടെ നിൽക്കുന്നു, ഇവിടെ ആയിരിക്കും. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. എന്നിട്ട് പോലും ഞാൻ ചെയ്യാത്ത കാര്യം അറിയാമോ, എനിക്കതിന് താല്പര്യമില്ല ചെയ്യാൻ. നമുക്കിപ്പോൾ സ്റ്റേജ് പരിപാടിയുണ്ട്, നമ്മൾ അറിയാം, സ്റ്റേജ് പരിപാടിയുണ്ട്. നമ്മൾ അത്ര ഒരു ഇതല്ല, നമുക്ക് വലുതായിട്ട് ടോപ്പായിട്ട് നമുക്ക് പോകേണ്ട ആളല്ല നമ്മൾ. നമുക്ക് അതിനുള്ള ഏജും കഴിഞ്ഞു, നമുക്ക് അതിനുള്ള ഇതില്ല. കാര്യം നമുക്ക് ഈ മെമ്മറി ഈ കല ഇതിൽ വെച്ച് നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. നമ്മളൊരു മോഹം കൊണ്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. ചിലർന്ന് പൈസ കിട്ടത്തില്ല, ചിലർന്ന് നമ്മളൊരു മോഹം കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ജോലിക്ക് പോകണം, മോനെ വളർത്തുന്നുണ്ട്, ഫാമിലി ആയിട്ടുള്ളതെല്ലാം അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ കലാരംഗത്ത് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കട്ടെ. താങ്കളുടെ ഈ പോരാട്ടം ഒരു വിജയമായി തീരട്ടെ. കാരണം സത്യങ്ങൾ സമൂഹം അറിയട്ടെ. ഇപ്പോൾ രേണുസുതി പറയുന്ന പല കാര്യങ്ങളും സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യം ആളുകൾ മനസ്സിലാക്കട്ടെ. താങ്കളുടെ കാര്യങ്ങളെല്ലാം താങ്കൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കട്ടെ. എല്ലാവിധ ആശംസകളും.